പുനരധിവാസത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയെ വിമർശിച്ച ഹൈക്കോടതി. ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഓഡിറ്റ് നടക്കുന്നില്ലേ എന്ന് കോടതി. സർക്കാരിന്റെ കയ്യിൽ കണക്കുകളില്ലേ എന്നും ചോദ്യം. കേന്ദ്ര സഹായത്തിന് കൃത്യമായ കണക്കുകൾ നൽകേണ്ടതുണ്ടെന്നും കോടതി. വിശദാംശങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബന സിയാദ് ചേരുന്നുണ്ട്. ഷബന, ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനമുണ്ടായത്? ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയായിരുന്നു കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇത് സംബന്ധിച്ച് വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകളുടെ വിശദാംശങ്ങൾ ഹാജരാക്കണം എന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കണക്കുകളിൽ വ്യക്തതയില്ലാത്തത് വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഫിനാൻസ് ഓഫീസറോട് നേരിട്ട് ഹാജരായി വിശദീകരണം ആവശ്യപ്പെടുകയും ഫിനാൻസ് ഓഫീസർ ഇന്ന് നേരിട്ട് ഹാജരാകുകയും ചെയ്തു. കോടതി ഇന്ന് ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ വലിയ വിമർശനം തന്നെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും മേൽ ഉന്നയിച്ചത്. മാസങ്ങൾ ഫണ്ട് വൈകിയത് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് എന്നാണ് കോടതി ചോദിക്കുന്നത്. ഇത്തരത്തിൽ ഫണ്ട് വൈകുന്നത് വലിയൊരു ദുരന്തമായി മാറുകയാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായതിനേക്കാൾ വലിയ ദുരന്തമാണ് ഈ പുനരധിവാസത്തിന് കൃത്യമായി ഫണ്ട് എത്താത്തതും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാത്തതും എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാർ കൃത്യമായ കണക്കാണ് കാണിക്കേണ്ടത്. കൃത്യമായൊരു കണക്ക് സംസ്ഥാന സർക്കാർ കാണിക്കുന്നില്ല. ഓഡിറ്റിംഗ് പോലും കൃത്യമല്ലേ എന്ന ചോദ്യവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണം എന്നാണ് സംസ്ഥാന സർക്കാർ ോട് കോടതി നിർദ്ദേശം നൽകിയത്. പരസ്പരമുള്ള പഴിചാരൽ നിർത്തണം എന്നും കോടതി ആവശ്യപ്പെടുന്നു. ഈ കേന്ദ്രം ഫണ്ട് തന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ സഹായം ലഭിച്ചില്ല എന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ പല വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പഴിചാരൽ നിർത്തിയിട്ട് കൃത്യമായ കണക്കുകൾ കിട്ടണം എന്ന് കോടതി ആവശ്യപ്പെട്ടത്. ദുരന്തത്തിൽപ്പെട്ടവരെ അപമാനിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സർക്കാരുകളുടെ നിലപാട് എന്നും കോടതി വിമർശനം ഉന്നയിച്ചു. അതുപോലെ രാവിലെ പത്രം തുറക്കുമ്പോൾ ഇത് തന്നെയാണ് എല്ലാ ദിവസവും ചർച്ച. 677 കോടിയുടെ നീക്കിയിരിപ്പ് തുക ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. ഇത് കൃത്യമായി ഇതിന്റെ നീക്കിയിരിപ്പ് തുകയുടെ കൃത്യമായ വിശദാംശങ്ങൾ സർക്കാർ അറിയിക്കണം. അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകളിലും വ്യക്തതയില്ല. ശരിയായ രീതിയിലുള്ള കണക്കുകൾ കൈകാര്യം ചെയ്യുന്നില്ല എന്ന കുറ്റപ്പെടുത്തലും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കൃത്യമായ കണക്കുകൾ ഹാജരാക്കണം എന്ന് നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച കണക്കുകൾ നൽകാം എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ ഫണ്ടിലെ നീക്കിയിരിപ്പ്, അതുപോലെ വിനിയോഗിച്ച തുക, അല്ലെങ്കിൽ ഇനി പുനരധിവാസത്തിന് ആവശ്യമായ തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു കണക്ക് ഹാജരാക്കാൻ നിർദ്ദേശിച്ച് വ്യാഴാഴ്ചത്തേക്ക് ഹർജി മാറ്റുകയാണ് ഉണ്ടായത്. ശരി, എന്തായാലും ഈ വിഷയം കോടതി വ്യാഴാഴ്ച പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ലീഗൽ കറസ്പോണ്ടന്റ് ഷബന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്.